നൈറ്റ് നിത്തുവിൻ്റെ അക്കുവിൻ്റെ മാമന് വീട്ടിൽ ലാൻഡ് ചെയ്തിട്ട്, അതായത് എൻ്റെ ചെറിയ ഏട്ടന് അവന് പോയിട്ട് ഇപ്പോൾ ഒരു കൊല്ലായി. നിത്തുവിനും അക്കുവിനൊക്കെ ഫസ്റ്റ് ടൈം കാണും കേട്ടോ. പക്ഷേ നിത്തുവിന് വലിയ പ്രശ്നമൊന്നുമില്ല, അക്കു ഭയങ്കര കരച്ചിലായിരുന്നേ. പിന്നെ അവൻ്റെ കഥാപ്രശ്നം കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഒരു 1:30 മണിയായിട്ടൊക്കെ കിടന്നത്. പിറ്റേ ദിവസം അച്ഛന് കൊടുങ്ങല്ലൂർ പോവായിരുന്നേ. ഇങ്ങനെ വെൽക്കം കാര്യങ്ങൾ എത്തിച്ച് ഇങ്ങനെ കൂട്ടി കൊണ്ടുപോകല കേട്ടോ. ഇങ്ങനെ കൊടുങ്ങല്ലൂർക്ക് എല്ലാ കൊല്ലം അച്ഛൻ പോണതാണ്. പിന്നെ അതിനുശേഷം പിന്നെ ഞാൻ ഉറങ്ങിയില്ല. കണ്ണേട്ടനും പൊടിക്കൊക്കെ പണിക്ക് പോകാനുള്ളതുകൊണ്ട് അമ്മയ്ക്ക് ഫുൾ പണിയാവും കേട്ടോ രാവിലെ തന്നെ. അതുകൊണ്ട് ഞാൻ പിന്നെ അമ്മേനോട് ഹെൽപ്പ് ചെയ്യും. എന്തായാലും ആ സമയത്ത് ടീച്ചറെ കുറച്ച് നേരത്തെ 5:30 അച്ഛൻ പോയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഞാനോട് പണിക്ക് കൂടാൻ വിചാരിച്ച് അമ്മ കറിക്കുള്ള കാര്യങ്ങളും ഞാൻ ചായക്കുള്ള കാര്യങ്ങളും ദോശയും ഇതൊക്കെ ചുട്ട് പിന്നെ മീനൊക്കെ വറുത്തു. അതൊക്കെ കൊണ്ടുപോകണം, ഫുഡ് കൊണ്ടുപോകണം. അപ്പോൾ പിന്നെ ഞങ്ങളും ചായ കുടിച്ച് ചായക്ക് നല്ല ദോശയും ചമ്മന്തിയും പിന്നെ തലേന്ന് ചിക്കൻ കറിയൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിച്ച് പിന്നെ അപ്പോൾ നിത്തൊക്കെ എണീച്ച് പിന്നെ പൊടിക്ക് പോകാനുള്ള സമയമായി. പൊടി രണ്ടാളും പോയിട്ട് ഏകദേശം ഒരു 7:30-8 മണിനുള്ളിൽ രണ്ടുപേരും അങ്ങോട്ട് പോകും കേട്ടോ. അവർ ടാറ്റൊക്കെ കൊടുത്ത് പറഞ്ഞയച്ച് നേരെ അമ്മ കുളിപ്പിക്കാൻ കൊണ്ടുപോയിട്ടാണ് നിത്തൂനും അക്കോനും. ഏകദേശം ഒരു 9 മണിക്കായിട്ടുണ്ടാവും, 9 മണിക്കായിട്ടുണ്ടാവും. പിന്നെ കുളിപ്പിച്ച ഒരാളെ ഞാനങ്ങ് ഏറ്റുവാങ്ങി അവളെ സുന്ദരിക്കുട്ടിയാക്കിയിട്ട് അപ്പം അത് ചേച്ചി വന്നിട്ടുണ്ടായിരുന്നു ഇവരെങ്ങനെ കളിപ്പിക്കാനൊക്കെ. അപ്പം അക്കൂനെ അവളെ ചേച്ചീൻ്റെ കയ്യിലങ്ങോട്ട് ഏൽപ്പിച്ച് പിന്നെ നിത്തൂനെ കുളിപ്പിച്ചതിന് ശേഷം ഞാൻ നിത്തൂനെ അങ്ങോട്ട് ഏറ്റുവാങ്ങി. ഇനി പിന്നെ അവരങ്ങോട്ട് ഒരുക്കി കിടത്തി ഫുഡ് കൊടുത്തിട്ട് വേണം അവരെ ഉറക്കിയിട്ട് വേറെ എന്തെങ്കിലും പണിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. ഏകദേശം ഭക്ഷണ പരിപാടി കഴിഞ്ഞ് പിന്നെ വൃത്തികളും കാര്യങ്ങളൊക്കെ അങ്ങോട്ട് ചെയ്യാണ്ടാവും. ഞാൻ പിന്നെ സുഖമായിട്ട് കിടന്നുറങ്ങിയിട്ട് ഇവരെ ഉറക്കിയതിന് ശേഷം നല്ല ഉറക്കമുണ്ടായിരുന്നു. രാവിലെ കുറച്ച് നേരത്തെ എണീച്ച് പോയല്ലോ. പിന്നെ അവർക്കൊക്കെ കഴിഞ്ഞ് ചായ ഫുഡൊക്കെ കൊടുത്ത് പിന്നെ ഈ അക്കുവിന് വാവേട്ടനിട്ട് ഒന്ന് സെറ്റാവാൻ കുറച്ച് ടൈം എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ എങ്ങനെയൊക്കെയോ സോപ്പിട്ടതാണ് ഈ ഒരു എടുക്കലോട് കൂടി അവൾ സെറ്റായി. പിന്നെ മാമനെ മതി, രണ്ടുപേർക്കും മാമൻ്റെ കൂടെ കളിയും ചിരിയും കാര്യങ്ങളൊക്കെ ആയി. അതിൻ്റെ ഇടയിൽ ഒരു കൊറിയർ വന്നിട്ടുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ ഇവർക്കൊരു ഹൈ ചെയർ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ട് പിന്നെ നോക്കി ഞാനും വാവേട്ടനും കൂടി അതൊക്കെ ഒന്ന് സെറ്റാക്കി ഇരിക്കുന്നുണ്ട് കേട്ടോ. കുഴപ്പം ഞാൻ വിചാരിച്ച് ഇരിക്കുമോ എന്നുള്ളൊരു പേടി ഉണ്ടായിരുന്നു. ചില ഒന്നും അടങ്ങിയിരിക്കാത്ത രണ്ട് സാധനങ്ങളാണ്. എന്തായാലും അവർ ഇരുന്ന് നല്ല നല്ല ക്വാളിറ്റി ഉണ്ടായിരുന്നു കേട്ടോ. എന്തായാലും നല്ല അടിപൊളി സാധനമായിരുന്നു.